പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, യേശുവിന്റെ തിരുഹൃദയത്തിന്റെ പെരുന്നാളാണ് ഇതിനെ ദിനം നാം ആഘോഷിക്കുക. വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിന് ക്രിസ്തു നൽകിയ വെളിപ്പെടുത്തലുകളുടെ ആദ്യത്തിലാണ് ഈ ദിനം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാ മൃദുല വികാരങ്ങളുടെയും അടിസ്ഥാന ഹൃദയമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ സ്നേഹം അത് പ്രകടമാകുന്നത് തുറക്കപ്പെട്ട ക്രിസ്തുവിലും ഹൃദയത്തിലൂടെ. പഴയ നിയമത്തിലെ കണിശക്കാരനായ ദൈവത്തിൽ നിന്ന് പുതിയ ദൈവത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്നേഹമുള്ള ആർദ്രതയുള്ള അനുകമ്പയുള്ള ഒരു ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ ദൈവമാണ് നമ്മോട് പറയുക, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ് എന്നിൽ നിന്ന് പഠിക്കുന്നത്. ഒരുപക്ഷെ വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ വായിച്ചാലും ഇതിൽ നിന്ന് പഠിക്കുമെന്ന് പറയുന്ന ഒരു വാക്യം നമുക്ക് ഇതല്ലാതെ ഒന്ന് കാണുവാനായിട്ട് സാധിക്കും. ക്രിസ്തുവിന്റെ ആ നിർദ്ദേശമനുസരിച്ച് ശാന്തതയുള്ള ഹൃദയവും വിനയമുള്ള ഹൃദയം കരകതമാക്കുവാൻ നമുക്ക് പരിശ്രമിക്കും. അതിനകത്ത് നമുക്ക് നൽകണമെന്ന സർവശക്തനോട് പ്രാർത്ഥിച്ച് ഈ ബലി നമുക്ക് ഇന്നലെ ജീവിതത്തിൽ പറവയെ പോലെ ഹൃദയം കഠിനമാക്കിയ നിമിഷങ്ങളെ ഈ ബലിയുടെ പാപം രക്ഷിച്ച് നമുക്ക് ഈ ബലിക്കാനായിട്ട് സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ എന്ത് പറയുന്നു? എന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷിച്ചാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ തികഞ്ഞ സമയത്തോടും എല്ലാ മാലാഖമാരുടെ വിശ്വസിച്ചോടും സഹോദരങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം കഴിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് തന്നെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. സന്മനസുള്ള
ഭാവിയുമേ അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു ആരാധിച്ചങ്ങയെ പാടുന്നു ദിവ്യമഹിമകൾ പാടുന്നു അങ്ങേ മഹിമൈപിതാ നന്ദി ചൊല്ലും ദൈവമേ കർത്താവങ്ങയെ പാടുന്നു സ്വലോകരാധനേ സർവൈകശക്തനാം ദൈവമേ ആദരമങ്ങയെ പാടുന്നു ദേവസൂനുവേ കർത്താവേ യേശുക്രിസ്തുവേ ദൈവമേ കർത്താവങ്ങയെ പാടുന്നു ദൈവത്തിൻ കുഞ്ഞാടേ സാധനം ദൈവത്തിൻ സൂനുവേ അങ്ങയെ പാടി സ്തുതിക്കുന്നു ലോകത്തിൻ പാപനിഹന്താവേ കാരുണ്യത്തോകനിൽ ഞങ്ങളിൽ ലോകത്തിൻ പാപനിഹന്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണേ നിത്യപിതാവിന്റെ പാർശ്വത്തിൽ ദേവനഭാഗത്തിരുന്നിടും ഞങ്ങളുടെ യേശുവേ കാരുണ്യത്തോകനെ ഞങ്ങളിൽ സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനമാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവേ അങ്ങ് മാത്രം പരിപാവനൻ അങ്ങ് മാത്രം പരപൂർണൻ ത്രിത്വൈക ദൈവമഹത്വത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ പാപങ്ങളാൽ നിർവഹിക്കപ്പെട്ട അങ്ങേയറ്റവരുടെ ഹൃദയത്തിലുള്ള സ്നേഹത്തിന്റെ അനന്തനിധി ഞങ്ങൾക്ക് കാരുണ്യപൂർവ്വം പ്രദാനം ചെയ്യുവാൻ തരുവാണ്. അങ്ങനെ ഞങ്ങളുടെ ഭക്തിയുടെ സ്നേഹാദരങ്ങൾ അവിടത്തേക്ക് നൽകി അനിയുക്തമായ പാപപരിഹാരത്തിന്റെ ശുശ്രൂഷ ഞങ്ങൾ പ്രകടമാക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുകളുടെ ഐക്യത്തിൽ എന്നതുമായി ജീവിക്കുവാനും അങ്ങേയറ്റവരും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു ഈ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. ഇസ്രായേൽ ശിശുവായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു, ഈജിപ്തിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു. എഫ്രാമിയിൽ നടക്കാൻ പഠിപ്പിച്ചത് ഞാനാണ്. ഞാൻ അവരെ എൻ്റെ കരങ്ങളിലെടുത്തു. എന്നാൽ തങ്ങളെ സുഖപ്പെടുത്തിയത് ഞാനാണെന്ന് അവർ അറിഞ്ഞില്ല.
കരുണയുടെ കയർ പിടിച്ച് ഞാൻ അവരെ നയിച്ചു. സ്നേഹത്തിന്റെ കയർ തന്നെ. ഞാൻ അവർക്ക് താടിയിൽ നിന്ന് മുഖം അയച്ചു കൊടുക്കുന്നവനായിരുന്നു. ഞാൻ കുനിഞ്ഞ് അവർക്ക് ഭക്ഷണം നൽകി. എന്റെ ഹൃദയം എന്നെ തിരക്കുന്നു. എന്റെ അനുകമ്പ ഊഷ്മളവും ആർദ്രവുമായിരിക്കുന്നു. ഞാൻ എന്റെ ഉഗ്രകോപം നടപ്പാക്കുകയില്ല. എഫ്രായിമിനെ വീണ്ടും നശിപ്പിക്കുകയില്ല. ഞാൻ ദൈവമാണ്, മനുഷ്യനല്ല. നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന പരിശുദ്ധൻ തന്നെ. ഞാൻ നിങ്ങളെ നശിപ്പിക്കാൻ വരികയില്ല. കർത്താവിന്റെ വചനം. രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുത്തു. രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുത്തു. ഇതാ ദൈവമാണ് എന്റെ രക്ഷ. ഞാൻ അങ്ങയിൽ ആശ്രയിക്കും. ഞാൻ ഭയപ്പെടുകയില്ല. എന്തെന്നാൽ ദൈവമായ കർത്താവ് എന്റെ ബലവും എന്റെ ഗാനവും ആണ്. അവിടുന്ന് എന്റെ രക്ഷയായിരിക്കുന്നു. രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുത്തു. രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുത്തു. കർത്താവിന് നന്ദി പറയുവിൻ. അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ. ജനതകളുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തികൾ വിളംബരം ചെയ്യുവിൻ. അവിടുത്തെ നാമം ഉന്നതമാണെന്ന് ഉദ്ഘോഷിക്കുവിൻ. രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുത്തു. കർത്താവിന് സ്തുതി പാടുവിൻ. അവിടുന്ന് മഹത്വത്തോടെ പ്രവർത്തിച്ചു. ഭൂമിയിലെല്ലാം ഇത് അറിയട്ടെ. സീയോൻ വാസികളെ ആർത്തടം ചെയ്യുവിൻ. സന്തോഷത്തോടെ കീർത്തനങ്ങൾ ആരംഭിക്കുവിൻ. ഇസ്രായേലിന്റെ പരിശുദ്ധനായ മഹത്വത്തോടെ നിങ്ങളുടെ മധ്യയുണ്ട്. രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, വിജാതീയരോട് ക്രിസ്തുവിന്റെ ദുർഗ്രഹമായ സമ്പന്നതയെക്കുറിച്ച് പ്രസംഗിക്കാൻ സകലത്തിന്റെയും സൃഷ്ടാവായ ദൈവത്തിൽ യുഗങ്ങളോളം നിഗൂഢമായി സ്ഥിതി ചെയ്തിരുന്ന രഹസ്യത്തിന്റെ പ്രവർത്തനം എല്ലാവർക്കും വ്യക്തമാക്കി കൊടുക്കാൻ ഉതകുന്നവരും വിശുദ്ധരിൽ ഏറ്റവും നിസ്സാരനായ എനിക്ക് നൽകപ്പെട്ടു. സ്വർഗീയ ഇടങ്ങളിലുള്ള ശക്തികൾക്കും അധികാരങ്ങൾക്കും സഭയിലൂടെ ദൈവത്തിന്റെ ബഹുമുഖ ജ്ഞാനം വ്യക്തമാക്കി കൊടുക്കുവാൻ വേണ്ടിയാണ് അവിടുന്ന് ഇപ്രകാരം ചെയ്തത്. ഇത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ സാക്ഷാത്കരിക്കപ്പെട്ട അവിടുത്തെ നിത്യമായ ഉദ്ദേശത്തിനനുസൃതമാണ്. അവനിലുള്ള വിശ്വാസം മൂലം ആത്മധൈര്യവും ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയും നമുക്കുണ്ട്. അതിനാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന പീഡകളെ പ്രതി നിങ്ങൾ ഹൃദയവ്യഥ അനുഭവിക്കരുത് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഈ പീഡകളത്രേ നിങ്ങളുടെ മഹത്വം. ഇക്കാരണത്താൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വിദഗ്ധങ്ങളും നാമകരണമായ പിതാവിന്റെ മുമ്പിൽ ഞാൻ മുട്ടുകൾ മടക്കുന്നു. അവിടുത്തെ മഹത്വത്തിന്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തന്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കുമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ വിശുദ്ധരോടൊപ്പം ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും ഇരിക്കാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ. അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങൾക്ക് ഇരിക്കാനും അതുവഴി ദൈവത്തിന്റെ സമ്പൂർണ്ണതയാൽ നിങ്ങൾ പൂരിതമാകാനും ഇടയാകട്ടെ. കർത്താവിന്റെ വചനം. ഹല്ലേലൂയ. ദൈവം നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരബലിയായി സുപുത്രനെ അയക്കുകയും ചെയ്തു. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. അന്ന് സാബത്തിന് ഒരുക്കത്തിന്റെ ദിവസമായിരുന്നു. ആ സാബത്ത് വലിയ ദിവസമായിരുന്നു. സാബത്തിൽ ശരീരങ്ങൾ കുരിശിൽ കിടക്കാതിരിക്കുവാൻ വേണ്ടി അവരുടെ കാലുകൾ തീർക്കുവാൻ അവരെ നീക്കം ചെയ്യുവാൻ യഹൂദ പിലാത്തോസിനോട് ആവശ്യപ്പെട്ടു. അതിനാൽ പടയാളികൾ വന്ന് അവരോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരുന്ന രണ്ടുപേരുടെയും കാലുകൾ തകർത്തു. അവർ യേശുവിനെ സമീപിച്ചപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞെന്ന് കാണുകയാൽ അവന്റെ കാലുകൾ തകർത്തു.
എന്നാൽ പടയാളികൾ ഒരുവൻ അവന്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ടു. ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. അത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അവന്റെ സാക്ഷ്യം സത്യവുമാണ്. നിങ്ങളെ വിശ്വസിക്കുന്നതിന് താൻ സത്യമാണ് പറയുന്നതെന്ന് അവൻ അറിയുകയും ചെയ്യും. അവന്റെ അസ്ഥികളിൽ ഒന്നുപോലും തകർക്കപ്പെടുകയില്ല എന്ന് തിരുവെഴുത്ത് പൂർത്തിയാക്കുവാൻ വേണ്ടിയാണ് ഇത് സംഭവിച്ചത്. മറ്റൊരു തിരുവെഴുത്ത് പറയുന്നു, നിങ്ങൾ കുത്തിമുറിവേൽപ്പിച്ചവനെ അവർ നോക്കുന്നു. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ സ്തുതി. ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, തിരുഹൃദയ തിരുനാളാണ് സഭ ആഘോഷിക്കുന്നത്. യേശുവിന്റെ ഹൃദയം തുറക്കപ്പെടുന്നതും അതിലൂടെ രക്തവും വെള്ളവും പുറപ്പെടുന്നതുമൊക്കെ നാം വായിച്ചു കേട്ട യാഥാർത്ഥ്യങ്ങളാണ്. ദൈവം അല്ലെങ്കിൽ ദൈവിക രഹസ്യം ക്രിസ്തു മനുഷ്യനാണെന്നും ദൈവമാണെന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കി തരുന്നത് ദൈവത്തിന്റെ സ്നേഹത്തിലൂടെ. ആ സ്നേഹം പ്രകടമാകുന്നത് ദൈവത്തിലൂടെയാണ്. അതുകൊണ്ട് തന്നെയാണ് സഭാമാതാവ് ഹൃദയത്തിന്റെ തിരുനാള് ആഘോഷിക്കുക. സ്നേഹത്തിന്റെ ഉറവിടമാണ് ഹൃദയമെന്ന ബോധ്യത്തോടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിച്ചു കേൾക്കുമ്പോൾ, പ്രത്യേകിച്ചും പീഡാസകന അനുസ്മരണ ദിനങ്ങളിൽ നമ്മൾ വായിച്ചു കേൾക്കുമ്പോൾ ഏറ്റവും ഹൃദയസ്പർശിയായ ഒരു വിവരണമാണ് യോഹന്നാൻ നൽകുന്നത്. കർത്താവ് കുരിശിൽ തറയ്ക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു കൃത്യം അവന്റെ വിലാവില് കുന്തങ്ങൾ ഒഴുകുന്നു. അവിടെ നിന്ന് രക്തവും ജലവും ഒഴുകുന്നു. എന്നാൽ ആ ഭാഗത്ത് ആ വിവരണം നിർത്തിയിട്ട് യോഹന്നാൻ തന്നെ കയറി വരുന്നതും തന്നെ കുറിച്ച് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതെഴുതുന്ന വ്യക്തി ഞാനിത് കണ്ടത് കൊണ്ട് പറയുകയാണ്. ഞാൻ കണ്ടത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ക്രിസ്തുവിന്റെ ഹൃദയം തുറക്കുന്നതിന് സാക്ഷിയായ വ്യക്തി താനാണ് എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയും അത് ലോകത്തിന് മുമ്പിൽ വിവരിക്കുവാനായിട്ടുള്ള ആർജവത്വം തനിക്കുണ്ടെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ്. കാരണം താൻ കണ്ട സത്യം പിടിച്ചു പറയുവാനായിട്ട് തനിക്ക് കഴിയും. പിന്നീടാണ് രണ്ടാമത്തെ ഭാഗത്ത് വീണ്ടും യോഹന്നാൻ വരിക, നിങ്ങൾ കുത്തിമുറിവേൽപ്പിച്ചവരെ നിങ്ങൾ നോക്കും എന്ന തിരുവെഴുത്ത് പൂർത്തിയായിരിക്കുന്നു. എന്താണ് ഈ അസന്നിഗ്ധമായിട്ട് ശക്തമായിട്ട് യോഹന്നാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ വാക്യങ്ങളിലൂടെ? ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ ക്രിസ്തുവിന്റെ മനുഷ്യാവത രഹസ്യത്തിന്റെ 3 യാഥാർത്ഥ്യങ്ങളെ കുറിച്ചാണ് യോഹന്നാൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഒന്ന്, ക്രിസ്തു മിശിഹായാണ്. സഖറിയാ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 12-13 വാക്യങ്ങളിലാണ് ഇപ്രകാരം ഒരു ദർശനം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ ഇടയനെ നൽകി. ആ ഇടയന്റെ ഹൃദയം നിങ്ങൾ കുത്തിത്തുറക്കും. ആ കുത്തിത്തുറക്കുന്ന ഹൃദയത്തിലേക്ക് നിങ്ങൾ നോക്കി നിൽക്കും. അവിടെ നിന്ന് ഒരു അരുവി ഉത്ഭവിക്കും. അത് നിങ്ങളെ വിശുദ്ധീകരിക്കുകയും നിങ്ങളെ എന്റെ സ്വന്തമാക്കുകയും ചെയ്യും. ഇതാണ് സഖറിയാ പ്രവാചകന്റെ പുസ്തകത്തിലെ ആ ഭാഗം. ഇതിവിടെയും സംഭവിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ക്രിസ്തു കുരിശിലായിരുന്ന ക്രിസ്തുവിന്റെ ഹൃദയം തുറക്കപ്പെടുന്നു. അവിടെ നിന്ന് ജലവും രക്തവും ഒഴുകി. ഈ പുറപ്പെടുന്ന ജലം ജ്ഞാനസ്നാനത്തിന്റെ സിംബൽ. നമുക്കറിയാം, ജ്ഞാനസ്നാനം എന്ന ഉദാശയാണ്
നമ്മെ കഴുകി വെടിപ്പാക്കുകയും ക്രിസ്തുവിന്റെ സ്വന്തമാക്കുകയും ചെയ്യും. അങ്ങനെ സഖറിയ പ്രവചിച്ച മിശിഹ ക്രിസ്തുവാണെന്ന് യോഹന്നാൻ അസന്നിഗ്ധമായി പറയുന്നു. നമ്മെ വിശുദ്ധീകരിക്കുവാൻ, നമ്മെ സ്വന്തമാക്കുവാനായിട്ട് ദൈവം തിരഞ്ഞെടുത്ത മിശിഹ. രണ്ടാമത് അവിടുന്ന് പുറപ്പെടുന്നത് രക്തമാണ്. പരിശുദ്ധ കുർബാനയുടെ അടയാളമായി തന്നെ രക്തം കണക്കാക്കുന്നത്. ക്രിസ്തു തന്റെ ശരീരം നമുക്ക് നൽകിക്കൊണ്ട് വീണ്ടും നമ്മെ സ്വന്തമാക്കുന്നു എന്ന് യോഹന്നാൻ പറഞ്ഞു വയ്ക്കുന്നു. രണ്ടാമത് ഭാഗത്ത് യോഹന്നാൻ പറയുക ക്രിസ്തു ആദം. ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം ആദം എന്ന പേര് കേൾക്കുമ്പോൾ അതോടൊപ്പം ചേർന്ന് വിലാവിൽ നിന്ന് പുറപ്പെടുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ ആദത്തിന്റെ വിലാവ് തുറക്കപ്പെട്ടത് നമുക്കറിയുവാനായിട്ട് സാധിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ ദൈവം ആദത്തിന്റെ അടുത്ത് വന്നിരുന്ന ആദത്തിന്റെ വിലാവ് തുറന്ന് അവിടെ നിന്നാണ് ഹവ്വായെ നമുക്ക് നൽകുക. ആദ്യ മാതാവിനെ ദൈവം ഭൂമിക്ക് നൽകുക. അപ്പൊ ദൈവം ആദത്തിനെ നൽകിയപ്പോൾ എനിക്കൊരു തുണയെ നൽകും, ഈ ലോകത്തിൽ ജീവിക്കുവാൻ വേണ്ടിയിട്ടെന്ന വാഗ്ദാനമാണ് നൽകുന്നത്. ഇവിടെ ക്രിസ്തുവിന്റെ ഹൃദയം തുറക്കപ്പെടുന്നു. അവിടെ നിന്ന് സഭാമാതാവ് ഉത്ഭവിക്കുക. ഈ രണ്ട് ദുരാശകളാണ് സഭയുടെ അടിസ്ഥാനമെന്ന് നമുക്ക് എല്ലാവർക്കും. അപ്പൊ അങ്ങനെ വീണ്ടും ഒരു തണലായിട്ട്, മാനവരാശിക്ക് തണലായിട്ട് പുതിയ ആദത്തെ നൽകിയിരിക്കുന്നു ദൈവം. അവിടുത്തെ തിരുവിലാവിൽ നിന്ന് പുറപ്പെട്ട രക്തവും വെള്ളവും സഭാമാതാവിന് ഉത്ഭവം നൽകി. അങ്ങനെ രണ്ടാമത്തെ ആദമായിട്ട് ക്രിസ്തു മാറ്റപ്പെട്ടു എന്ന് യോഹന്നാൻ പറയുന്നു. മൂന്നാമത് യോഹന്നാൻ പറഞ്ഞിരിക്കുക പുതിയ ദേവാലയമാണ് ക്രിസ്തു. എന്തായിരുന്നു പഴയ ദേവാലയത്തിന്റെ പ്രത്യേകത എന്ന യഹൂദ ചരിത്രത്തിൽ മിഷ്ന എന്ന ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചു. പഴയ ദേവാലയം ജെറുസലേം ദേവാലയമാണ്. ജെറുസലേം ദേവാലയത്തിന്റെ ബലിപീഠത്തില് ജോസഫോസ് എന്ന ചരിത്രകാരൻ പറയുന്ന ഒരു ദിവസം 2 ലക്ഷം ആട്ടിൻകുട്ടികൾ ബലിയർപ്പിക്കപ്പെട്ടതാണ്. ഈ 2 ലക്ഷം ആട്ടിൻകുട്ടികളുടെ രക്തം ബലിപീഠത്തിൽ ഒഴുക്കുമായിരുന്നത്രേ ഓരോ ദിവസവും. അങ്ങനെ രക്തം വളരെയധികം കൂടുമ്പോൾ അത് ഒഴുകിപ്പോകുവാൻ വേണ്ടിയിട്ട് ദേവാലയത്തിൽ ഈ അൾത്താരയിൽ നിന്നും 2 ചാലുകൾ ഇടുകയും ആ 2 ചാലുകളും ദേവാലയത്തിന്റെ പാർശ്വഭാഗത്ത് വന്നാൽ അവിടെ നിന്നും പുറപ്പെടുന്ന ഒരു അരുവിയുണ്ട്. ആ അരുവിയിലൂടെ കെദ്രോൻ താഴ്വരയിലേക്ക് എത്തും. അപ്പോൾ ദേവാലയത്തിലേക്ക് കടന്നു വരുന്ന ഒരു മനുഷ്യൻ ആദ്യമായിട്ട് കാണുക ഈ അരുവിയിലൂടെ ജലവും രക്തവും കൂടി കലർന്ന് പോകുന്ന കാഴ്ച. ദേവാലയത്തിൽ നിന്നും രക്തവും ജലവും പുറപ്പെട്ട് അത് ഒഴുകി പോകുന്ന കാഴ്ച. നമുക്ക് യേശുവിന്റെ വിലാവ് തുറക്കപ്പെട്ടപ്പോൾ അവിടെ നിന്നും വീണ്ടും രക്തവും ജലവും ഒഴുകി. അപ്പൊ ദേവാലയത്തിന്റെ പാർശ്വത്തിലൂടെ ഒഴുകി പോകുന്ന രക്തവും ജലവും ഇതാ ക്രിസ്തുവിന്റെ പാർശ്വത്തിലൂടെ ഒഴുകുകയാണ്. ക്രിസ്തു പുതിയ ദേവാലയമാണ്. ആ ദേവാലയത്തിൽ അംഗമാകേണ്ടവർ അല്ലെങ്കിൽ അതിലേക്ക് കടന്നു വരേണ്ടവരാണ് ഈ ഉദാസത്തിലൂടെ നമ്മൾ ഓരോരുത്തരും. നമ്മുടെ ജീവിതം ആ ഒരു ദേവാലയത്തിൽ ഇണങ്ങിയ വിധം ക്രമീകരിക്കേണ്ടത് ആവശ്യമാണ് എന്ന് യോഹന്നാൻ പറഞ്ഞിരിക്കുന്നു. യഹൂദരെ സംബന്ധിച്ചിടത്തോളം ജെറുസലേം ദേവാലയത്തിന് ഇണങ്ങിയ ഒരു ജീവിതം നയിച്ചതുപോലെ ജെറുസലേം ദേവാലയത്തിൽ അവർ ശുദ്ധീകരിക്കപ്പെട്ടതുപോലെ ഉദാസമാകുന്ന യാഥാർത്ഥ്യങ്ങളിലൂടെ മാനവരാശി ശുദ്ധീകരിക്കപ്പെടുന്നതെന്നും അങ്ങനെ ക്രിസ്തുവിന്റെ സ്വന്തം ജനമായിട്ട് നമ്മൾ മാറ്റപ്പെടുന്നതെന്നുമാണ് യോഹന്നാൻ പറഞ്ഞത്. സ്നേഹിതരെ, ക്രിസ്തു പറഞ്ഞു വെച്ചത് ഞാൻ സ്നേഹമാകുന്നു എന്നാണ്. ആ സ്നേഹം നിലനിൽക്കുന്നത് തുറക്കപ്പെട്ട ഈ ഹൃദയത്തിൽ. നമുക്കെല്ലാവർക്കും ഹൃദയമുണ്ട്.
ആ ഹൃദയം ആവത്തിന് പറഞ്ഞതുപോലെ എല്ലാ മൃദുല വികാരങ്ങളുടെയും അടിസ്ഥാന കേന്ദ്രം. സ്നേഹമാകുന്ന ദൈവം, കരുണയാകുന്ന ദൈവം, അനുകമ്പയാകുന്ന ദൈവം ഒക്കെ നമ്മൾ പറയാം. ഇതൊക്കെ തന്നെ പ്രാവർത്തികമാക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ക്രിസ്തുവിന്റെ രക്തത്താൽ കൈവഴിക്കപ്പെട്ടവർ, ക്രിസ്തുവിന്റെ വിലാവിൽ നിന്ന് പുറപ്പെട്ട ജലത്താൽ ജ്ഞാനസ്നാനം സ്വീകരിച്ചവർ, പാപം കൈവഴിപ്പാക്കിക്കൊണ്ട് ദൈവം തിരഞ്ഞെടുത്ത സ്വന്തത്തിൽ എന്തിനു വേണ്ടിയെന്ന് ചോദിച്ചാൽ മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാൻ വേണ്ടി. തിരുഹൃദയത്തിൽ നാൾ ആഘോഷിക്കുമ്പോൾ മറ്റൊരു ക്രിസ്തുവായി സ്നേഹമുള്ള ആത്മീയതയുള്ള ദൈവം അനുകമ്പയുള്ള ഹൃദയത്തിലുള്ളവരായി മാറുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനുള്ള കൃപ നമുക്ക് നൽകണമേ എന്ന് സർവശക്തനോട് പ്രാർത്ഥിച്ച് ഈ ബലി നമുക്ക് ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സൃഷ്ടാവ് സർവശക്തമായ പിതാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏത് കർത്താവും എല്ലാ യുഗങ്ങൾക്കും പിതാവും ജനിച്ചവരുമായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിനുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യത്തിനുള്ള സത്യവും ജനിച്ചവരെല്ലാം സൃഷ്ടിക്കപ്പെടാത്തതും പിതാവായ സത്യമായ അവിടുന്ന് സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിലിറങ്ങി മനുഷ്യനായിത്തീർന്നു. പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. മരിച്ചു അടക്കപ്പെട്ടു. വിശ്വനുസരിച്ച് മൂന്നാം ദിവസം ഉയർത്തി സ്വർഗ്ഗത്തിലേക്ക് ആരോപണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്തു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുത്തെ മുഖത്തോടെ വീണ്ടും അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയാണ്. കർത്താവും ജനതാവും പിതാവിൽ നിന്ന് തുടർന്ന് പുറപ്പെടുന്നവൻ പിതാവിനോടൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികമായ സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെയും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. സർവശക്തനും പിതാവായ ദൈവത്തിന് സ്വീകാര്യമായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മുടെ അംഗീകാരങ്ങളുള്ള കർത്താവേ, അങ്ങേ പ്രിയപുത്രന്റെ ഹൃദയത്തിലെ അവാച്യമായ സ്നേഹം കടാക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ സമർപ്പിക്കുന്ന അങ്ങേക്ക് സ്വീകാര്യമായ കാഴ്ചയും
ഞങ്ങളുടെ പാപങ്ങളുടെ പരിഹാരവുമായിട്ട് ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവ് നിങ്ങളോട് കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവ്, സർവശക്തനും നിത്യനുമായ ദൈവം, കർത്താവായ ക്രിസ്തു വഴിയുമെപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്ന യഥാർത്ഥോചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണ്. കുരിശിൽ ഉയർത്തപ്പെട്ട അവിടുന്ന് നമുക്ക് വേണ്ടി വിസ്മരണീയമായ സ്നേഹത്താൽ തന്നെ തന്നെ നൽകുകയും സഭയുടെ ഉദാശകൾ നിർവഹിക്കുന്ന കുത്തിത്തുറക്കപ്പെട്ടതെല്ലാം നിന്ന് ചോരയുകയും ചെരിയുകയും ചെയ്യും. അങ്ങനെ രക്ഷകന്റെ തുറന്ന ഹൃദയത്തിലേക്ക് ആകർഷിക്കപ്പെട്ട് രക്ഷയുടെ ആ നിലകളിൽ നിന്ന് എല്ലാവരും സന്തോഷപൂർവ്വം നിരന്തരം പാനം ചെയ്യുന്നു. ആകയാൽ എല്ലാ വിശുദ്ധരോടും മലാഖമാരോടും കൂടി അവിരാമം ഞങ്ങൾ അങ്ങയെ പ്രകീർത്തിച്ച് പാടി സ്തുതിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. മഹിമകളാൽ നിറഞ്ഞു മറിയം പിൻബലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേകൾ തന്നിടുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവ്വചരാചരങ്ങളും സമുചിതമായി അങ്ങയെ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്തു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായ അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിനൊരു ജനത്തെ ഒരുമിച്ച് കൊണ്ടുവന്ന് അങ്ങ് വിലപിക്കും. അതുകൊണ്ട് കർത്താവേ, താടിയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കുവാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന തിരുമൽ കാഴ്ച അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കഴിയും. അങ്ങനെ ഇവങ്ങേയുടൻ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാനം. അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കും. എന്നാൽ അവിടെ നിർത്തിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കും. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരമാണ്. അപ്രകാരം തന്നെ അതാഴം കഴിഞ്ഞു പണപാത്രമെടുത്തു അങ്ങേക്ക്
അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആസ്വദിച്ചു തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അറിയിച്ചു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കും. എന്നാൽ നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിൽ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രം ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യും. വിശ്വാസത്തിന്റെ കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങളെ പറയുന്നു. അതിനാൽ കർത്താവേ, അങ്ങേ പുത്രന്റെ രക്ഷാകരമായ വിനാശകരവും മഹനീയമായ ഇരപ്പും സദാരോഗ്യവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാലനവുമായി ഇവരെ കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയിലേക്ക് പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കുവാൻ ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരന്റെ ശരീരക്തങ്ങളാൽ പരിപുഷ്ടരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂർണരായും ഞങ്ങൾ ക്രിസ്തുവിൽ ശരീരവും ഒരാത്മാവുമായി തീരുവാൻ അനുഗ്രഹിക്കണം. അവിടുന്ന് ഞങ്ങൾ അങ്ങേക്കുള്ള നിജമായ ഒരു കാണിക്കയാകുമാറാകണം. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടവരോട് അവകാശങ്ങൾ ലഭിക്കുവാൻ വിശിഷ്യാദ മാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യങ്ങളുടെ ഔഷധങ്ങളോടും അനുഗ്രഹീതര അപ്പോസ്തലന്മാരോടും മഹിമയുടെ രക്തസാക്ഷികളോടും ഞങ്ങളുടെ മധ്യസ്ഥ കുടുംബത്തോടും എല്ലാ വിശുദ്ധരോടും തങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തര മധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനുരഞ്ജനത്തിന്റെയും ബലി സർവ്വലോകത്തിന്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോട് ഞങ്ങളുടെ ഉപനാധ്യക്ഷനായ വിൻസെന്റ് സാമുവേൽ മെത്രാനോട് മെത്രാൻ പദവിയിലും വൈദികത്തോടുമൊത്ത് അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊക്കെ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കഴിയും. അങ്ങേ തിരുവനന്തപുരം തിരുവുള്ളമായ കുടുംബത്തിന്റെ അപേക്ഷകൾ ദയാപൂർവ്വം കേട്ടല്ലെന്നും പരവാനായ പിതാവ് എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കും. ഞങ്ങളുടെ പ്രിയടഞ്ഞ സഹോദരരെ അങ്ങയെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ലോകത്തുനിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കും. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിൽ ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങയെ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിന്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ സർവശക്തനായ ദൈവവും പിതാവുമായ പരിശുദ്ധാത്മാവുകളുടെ ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വം എന്നും ജനയിക്കും. രക്ഷാകരമായ കൽപ്പനകൾ പൂജ്യരായി ദിവ്യോപദേശത്താൽ വിഭവത്തിനായി നമുക്ക് നാമം പൂജിതമായി വരണം നിന്ദാദ്യം സ്വർഗത്തിലേക്കോ നിന്നുള്ളം ആയിരമായി വേണം വന്നു വേണ്ടുന്ന ആകാരവിന്ദ് ഞങ്ങൾക്കു നൽകുമാറായി വേണം അന്യഗ്രഹം
ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങളുടെ ദ്രോഹങ്ങളും നീ ക്ഷമിക്കണം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളെയും ഞങ്ങളെ മോചിപ്പിക്കണം. ഞങ്ങളുടെ ജനങ്ങളിൽ സമാധാനം നൽകണം. അനുഗ്രഹപൂർണമായ പ്രത്യാശ ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ മുതലാവുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു. ഞങ്ങളുടെ അപ്പോസ്തലന്മാരുടെ അറിയിച്ച കർത്താവായ ഞങ്ങളുടെ പാപങ്ങളിൽ പിന്നെയും അങ്ങേ സഭയുടെ വിശ്വാസം കണ്ടാർക്കും അങ്ങേ തിരുവള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയും. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പ്രാർത്ഥന കേട്ടറിയുന്നേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടാകട്ടെ. പരസ്പരം സമാധാനം ആശംസിക്കാം. ദൈവത്തിന്റെ പാപം നീക്കുന്നു ദിവ്യജ്ഞാനത്തിനാൽ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അങ്ങനെ വാർത്തനുസരിച്ചാൽ മതി. എൻ്റെ ആത്മാവ് സുഖം.
ഈശോ അനയും നിമിഷമിതാ തിരുഭോജ്യമായി സഖാരിയും നാഥൻ അണയും സമയമിതാ മനസ്സിന്റെ നോടൻ കുരിശോട് ചേർക്കാൻ നാഥൻ അണയുന്നിതാ കരുണതുളുമ്പമേ അൽസാരതന്നിലാ ഈശോ എഴുത്തരുളുന്നു ഓ യേശുവേ ഓ എൻ ജീവനേ നീ എന്നിൽ നിറഞ്ഞാൽ ഞാൻ എത്ര ഭാഗ്യവാൻ ഓ എൻ യേശുവേ ഓ എൻ ജീവനേ നീ എന്നിൽ നിറഞ്ഞാൽ ഞാൻ എത്ര ഭാഗ്യവാൻ. അരുതിയുള്ള സ്വീകരണം. എൻ്റെ യേശുവേ, അങ്ങ് ഈ ഉദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളേക്കാൾ ഞാൻ അങ്ങേ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്തു. ദിവ്യ ഉദാശയെ അങ്ങേ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങനെ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങേ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. വിവാഹ പരസ്യം നെയ്യാറ്റിനകം കിണർ വെട്ടിയ വേളയിൽ ശ്രീ നെൽസന്റെയും ശ്രീമതി സുഗതകുമാരിയുടെയും മകൻ ഷാജി നെയ്യാറ്റിനുള്ള ഇടവകം വെട്ടിയറത്തല രാജ്ഭവനിൽ ശ്രീ തങ്കരാജിന്റെയും ശ്രീമതി ക്രിസ്റ്റി ജോസഫിന്റെയും മകൾ ആൻസി രാജ് തമ്മിൽ കത്തോലിക്ക തിരുസഭാപ്രകാരം തക്ക സമയത്ത് വിവാഹം ചെയ്തുകൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. നെയ്യാറ്റിൽ കണ്ണറവിടെ ഇടവക ചെറുതവെള്ളാകം മന്നോട്ട് പോണം വീട്ടിൽ ശ്രീ ശോഭനകുമാറിന്റെയും ശ്രീമതി സൗഭാഗ്യവതിയുടെയും മകൻ അനിൽകുമാറും നെയ്യാറ്റിൽ ഇടവക വലിയവിള SS ഭവനിൽ ശ്രീ ഷാജിയുടെയും ശ്രീമതി സിനിയുടെയും മകൾ ശ്രുതിയും തമ്മിൽ കത്തോലിക്ക തിരുസഭാപ്രകാരം തക്ക സമയത്ത് വിവാഹം ചെയ്തുകൊള്ളാൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. നെയ്യാറ്റിൽ കുണ്ടൻകോട് ഭവനിൽ ശ്രീ ജോൺ കുഞ്ഞിറ്റിന്റെയും ശ്രീമതി സത്യറാണിയുടെയും മകൻ ദേവിനും നെയ്യാറ്റിൽ ഇടവക ഓങ്ങുവിള വീട്ടിൽ ശ്രീ രവീന്ദ്രന്റെയും ശ്രീമതി ഗീതാകുമാരിയുടെയും മകൾ സോഫിയും തമ്മിൽ കത്തോലിക്ക തിരുസഭാപ്രകാരം തക്ക സമയത്ത് വിവാഹം ചെയ്തുകൊള്ളാൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഈ വിവാഹങ്ങൾക്ക് ആരോഗ്യപ്രകാരം തടസ്സങ്ങളുണ്ടെങ്കിൽ തക്ക സമയത്ത് ബഹുമാനപ്പെടുത്തി അറിയിക്കേണ്ടതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്നേഹത്തിൻ്റെയും ഉദാസനങ്ങളെ ദിവ്യസ്നേഹത്താൽ തീഷ്ണതയുള്ളവരാണ്. അതുവഴി അങ്ങേക്ക് നിരന്തരം ആകർഷിക്കപ്പെട്ട് സഹോദരങ്ങൾ അവർക്ക് ദർശിക്കുവാൻ വേണ്ട അറിവ് ഞങ്ങൾ സമ്പാദിക്കുമാണ്. എന്നതുമായി ജീവിച്ചുവാഴുന്ന ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു ഈ പ്രാർത്ഥന കേൾക്കുകയാണ്. കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തെ സമാപിച്ചു പോകുന്നു. കർത്താവിന്റെ സുവിശേഷം അനുസരിച്ച് ജീവിക്കട്ടെ. ദൈവത്തിന് നന്ദി. ും
ശോഭിക്കും പുണ്യപൂരിതമാടുമ്പമേ ഞങ്ങളെ കൺപാക്കണേ പാകമാകതിരുക്കൊള്ളുമ്പമേ പാകമാറുകയായെന്നും മണ്ണിൽ മറ്റേതും വെട്ടതീരേതും യേശുവിൻ്റെ ഭവനമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യത്തെ പോലെ ഇപ്പോൾ എപ്പോഴും എന്നേക്കും ആമേൻ.